ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് 4th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എടുക്കുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ പേജ് നമ്പർ 83 കണക്കാണ് നമ്മൾ ചെയ്തത്. നോക്കാം, മൂന്നാമത്തെ കണക്ക് നമ്മൾ ഇതിൽ ചെയ്തത് പേജ് നമ്പർ 83. എല്ലാവരും ചോദ്യം നോക്കാം. One side of the rectangle is 20 meter longer than the other and its area is 224 square meter. What are the length of the sides? മലയാള മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ നീളം കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 224 ചതുരശ്ര മീറ്റർ എങ്കിൽ വശങ്ങളുടെ നീളം എത്രയാണ് എന്ന്. നമുക്ക് പരപ്പളവ് തന്നിട്ടുണ്ട്, വശങ്ങളെ കുറിച്ചും തന്നിട്ടുണ്ട് അല്ലെ. ഒരു ചതുരമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു റെക്ടാങ്കിൾ. നോക്കാം, ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. One side of the rectangle is 20 meter longer than the other. ഒന്നിനേക്കാൾ 20. ഏതെങ്കിലും ഒരു വശം നോക്കുക, അതിന് എക്സ് കൊടുക്കാം. അതിനേക്കാൾ 20 കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് എക്സ് കൊടുക്കില്ല, കാരണം വീതി അതിനേക്കാൾ ചെറുതായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ വീതിക്കാണ് നമ്മൾ എക്സ് കൊടുക്കണേ, കാരണം ഇതിനേക്കാൾ 20 കൂടുതലാണ് ഇത് അല്ലെ. അങ്ങനെ തന്നിരിക്കുന്നത് one side of the rectangle is 20 meter longer than the other and its area. ഇനി ഇതിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. ഇതിന്റെ ഏരിയ 224 ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, 224 ഏരിയ ആണ് പറഞ്ഞത്. ഏരിയ എന്ന് പറഞ്ഞാൽ L into B ആണ് അല്ലെ. ഇതാണ് 224. ഈ L into B എന്ന് പറഞ്ഞാൽ നോക്കേ, x plus 20 ആണ് L. L എത്രയാണ് എഴുതി വെക്കാം കേട്ടോ. L എന്ന് പറഞ്ഞാൽ x plus 20 ആണ്. ഇൻറ്റു ബി എത്രയാണ്? എക്സ് ആണ്. അത് ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല, ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. എക്സ് ആ സൈഡിൽ വേണമെങ്കിൽ അത് എഴുതാം. ഇസിക്കൽ ടു 224 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ബ്രാക്കറ്റ് ഒന്ന് കളഞ്ഞ് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്താം? എക്സ് ഇൻറ്റു എക്സ് എത്രയാ? എക്സ് സ്ക്വയർ പ്ലസ് 20 ഇൻറ്റു എക്സ് എത്രയാ കിട്ടി? 20 എക്സ് കിട്ടി. കിട്ടിയില്ലേ? ഇത്രയും നമുക്ക് ഈ വസ്തു കിട്ടുന്നുള്ളൂ കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ കിട്ടി. പിന്നെ നമുക്ക് എന്താണ് കിട്ടുന്നത്? 20 ഇൻറ്റു എക്സ് 20 എക്സ് കിട്ടി. ഇനി നമുക്ക് ഈസിക്കൽ ടു എത്രയാണ്? ഇത് ഈസിക്കൽ ടു 224 ആണ്. അപ്പൊ ഇവിടത്തെ ബി നമുക്ക് കണ്ടുപിടിക്കണം. വർഗം പൂർത്തിയാക്കലാണ്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണ എന്ന് പറഞ്ഞാൽ ബി കണ്ടുപിടിക്കണം. ഈ ബി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ഇതെന്താണ്? ഇത് 2ab ആണ്. 2ab is equal to 20x അല്ലെ. അതിൽ a എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അപ്പൊ a is equal to x. അത് പോയി അല്ലെ. അപ്പൊ 2b ആണ് 20. സോ b is equal to എത്രയാണ്? 20/2. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? b 10 ആണ്. b 10 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചേർക്കണത് b ആണ് 10 അല്ലെ. 10 എന്ന് പറഞ്ഞാൽ b സ്ക്വയർ നമ്മൾ 10ന്റെ സ്ക്വയർ. നമ്മൾ ആ സൈഡിൽ അപ്പൊ എന്താ ചേർക്കേണ്ടത്? ഇവിടെ ചേർത്ത അതേ സംഖ്യ നമ്മൾ കഴിഞ്ഞ കണക്കിൽ ഇവിടെ 1ന്റെ സ്ക്വയർ ചേർത്തപ്പോ ഇവിടെ 1 ചേർത്തു അല്ലെ. ഇവിടെ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലും നമ്മൾ 10ന്റെ സ്ക്വയർ തന്നെ ചേർക്കേണ്ടത്. 10 അല്ല കേട്ടോ, 10ന്റെ സ്ക്വയർ 100. കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട? അടുത്ത സ്റ്റെപ്പ് ഇതിനെ കൂടി ചെറുതാക്കാം. ഇത് ഏത് ഫോമിലേക്ക് ആക്കണം? ഇത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, അതല്ലേ ഫോർമുല. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിലേക്ക് ആക്കാൻ പറ്റും? a പ്ലസ് ബി ഓൾ സ്ക്വയർ. ഏതാ a പ്ലസ് ബി ഓൾ സ്ക്വയർ? a എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. b എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ x പ്ലസ് 10 ഓൾ സ്ക്വയർ ഈസിക്കൽ ടു 224 പ്ലസ് 100. അപ്പൊ എത്രയാ? 324. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? അടുത്ത സ്റ്റെപ്പ് ഇത് ഒരേ പാറ്റേൺ കേട്ടോ. അതുകൊണ്ട് ഈ പാഠം എളുപ്പമാണ്, പുതിയതായിട്ട് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആ ഫോർമുല സെയിം അതേ പാറ്റേണിൽ ചെയ്യാനല്ലോ. ആദ്യം a പ്ലസ് ബി ഓൾ സ്ക്വയറിൽ ബി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എയും ബിയും എടുത്ത് എഴുതി a പ്ലസ് ബി ഓൾ സ്ക്വയർ ആക്കി. ഇനി ഇതിന്റെ സ്ക്വയർ അങ്ങ് കളയാണ്. അപ്പൊ ഇതെന്തായി? എക്സ് പ്ലസ് 10 ആയി. ഈസിക്കൽ ടു ഇവിടെ സ്ക്വയർ കളഞ്ഞാൽ ഇവിടെയും സ്ക്വയർ കളയണം. 324 എത്രയുടെ റൂട്ടാ? അല്ല, 324ന്റെ റൂട്ട് എത്രയാ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. എല്ലാത്തിന്റെയും സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എത്രയാണ്? 324 എന്ന് പറഞ്ഞാൽ 18. അതല്ലെങ്കിൽ നിങ്ങൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കണ്ടു നോക്കാം. ചിലതിന്റെ പക്ഷെ നമുക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെ 324 നമുക്ക് കിട്ടുന്നതാണ്, കാരണം ഈവൺ നമ്പർ ആയതുകൊണ്ട്. 2 വരുമ്പോ എത്രയാണ്? 1 ആക്കി 2 6 2. ഇവിടെ വീണ്ടും 2 16
പകുതി എത്രയാ 8 1 81 81 വരുമ്പോ നമുക്കറിയാം 9 9 അപ്പൊ 2 9ഉം 2 2 ഉണ്ട്. അപ്പൊ ഒരു 9 × 2 എത്ര കിട്ടി 18. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് 324ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പൊ x പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 18 ആണെങ്കിൽ x ഇസിക്കൽ ടു എത്രയാണ്? ഈ 18 ഇറക്കിയിട്ടു ഈ 10 ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തായി? -10 ആയി. അപ്പൊ എത്രയാ? 18 10 കുറച്ചാൽ എത്ര കിട്ടി? 8 കിട്ടിയില്ലേ? അപ്പൊ x എന്ന് പറഞ്ഞാൽ 8 കിട്ടി. അപ്പൊ ഇനി എഴുതി വെക്കേണ്ടത് എന്താണ്? ഈ സൈഡ് 8 ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? 20 + 8. അപ്പൊ എത്ര കിട്ടി? 28. പക്ഷെ ഈ പടത്തിൽ ഇങ്ങനെ അല്ല എഴുതി വെക്കാം. നിങ്ങൾ എഴുതി വെക്കാം x = 8 എന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതാ? വീതി ബ്രെഡ്ത്ത് = 8. കാരണം ബ്രെഡ്ത്തിനാണ് നമ്മൾ x കൊടുത്തത്. അതുകൊണ്ട് ഈ ബ്രെഡ്ത്തിന് നമ്മൾ 8 കൊടുക്കാം. ദെൻ ലെങ്ത് നീളം എത്രയാണ്? x + 20 എന്ന് പറഞ്ഞാൽ 8 + 20 28. അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലായത് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സൈഡ് x ആണെങ്കിൽ അടുത്ത സൈഡ് 20 കൂടുതലാണെന്നുള്ളത്. അപ്പൊ x + 20. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് അടുത്തയില് ഇത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? x × x + 20 ആണ്. കാരണം l × b. l എന്ന് പറഞ്ഞാൽ x + 20 ആണ്. b എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ l × b എത്രയാണ്? x + 20 × x. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ വർഗം പൂർത്തിയാക്കി സ്ക്വയർ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ b കണ്ടുപിടിക്കാം. b കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ ഫോർമുലയിലേക്ക് ആക്കി. അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ കളഞ്ഞ് നമുക്ക് നീളവും വീതിയും കിട്ടി. ഇനി അടുത്ത കണക്ക്, നാലാമത്തെ കണക്കതില് എന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 84ലാണ് കേട്ടോ. പേജ് നമ്പർ 84ല് ഇവിടെ ഒരു സമചതുര തന്നിരിക്കുന്നത്. A 2 meter wide strip is cut off from the square. ഒരു സ്ക്വയറിൽ നിന്ന് ഒരു സമചതുരം. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. ഒരു സ്ക്വയറിന്റെ കൂടെ ഇപ്പുറത്ത് നമ്മൾ കൂട്ടി അല്ലെ 1 മീറ്റർ ഉള്ള റെക്ടാങ്കിൾ. ഇവിടെ പക്ഷെ അതല്ല ചെയ്തത്. ഇതിൽ നിന്ന് ഇതൊരു സ്ക്വയർ ഫുള്ള്. അതിൽ നിന്ന് നമ്മൾ ഒരു കഷ്ണം ഇത് മുറിച്ചു മാറ്റുകയാണ്. ഇത് മുറിച്ചു മാറ്റി. A 2 meter wide strip ആണ്. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്? 2. A 2 meter wide strip is cut off from the square as shown below. ഇനി അതിൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് the area of the remaining rectangle. ബാക്കി വന്നത് റെക്ടാങ്കിൾ അല്ലേ? ബാക്കി വന്നത് സ്ക്വയർ അല്ല കേട്ടോ. സ്ക്വയറിൽ നിന്ന് നമ്മളൊരു കഷ്ണം മുറിച്ചു മാറ്റിയപ്പോ ഇത് റെക്ടാങ്കിൾ ആയി അല്ലെ? ആ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണെന്നാ പറഞ്ഞത്? 99 ആണെന്ന്. ഇതിന്റെ ഏരിയ 99 99 ആണ്. And so what is the length of the side of the square? അപ്പൊ ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും എന്ന് മലയാളം മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. ഒരു സമചതുരത്തിൽ നിന്ന് 2 മീറ്റർ വീതിയുള്ള ഒരു കഷ്ണം, ഇതൊരു സമചതുരം, അതിൽ നിന്ന് 2 മീറ്റർ വീതിയുള്ള ഒരു കഷ്ണം മുറിച്ചു മാറ്റിയാണ്. മിച്ചമുള്ള ചതുരത്തിന്റെ പരപ്പളവാണ് 99 ചതുരശ്ര മീറ്റർ. എങ്കിൽ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്രയാണ് എന്ന്. സമചതുരത്തിന്റെ വശത്തിന്റെ നീളം ചോദിച്ചാൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമചതുരത്തിന്റെ ഈ ഫുൾ സൈഡിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? x കേട്ടോ. ഏതാ ചോദിച്ചിരിക്കണമെങ്കിൽ അതിനാണ് നമ്മൾ, ഏതാ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് നമ്മൾ x കൊടുക്കുന്നത്. അപ്പോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB. ഈ സമചതുരത്തിന്റെ വശമാണ് തന്നിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് x കൊടുത്തു. പക്ഷെ ഈ ഭാഗം നമുക്ക് 2 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം എത്രയായിരിക്കും? ഇവിടെ നിന്ന് ഇവിടത്തോളം വരെയുള്ള ഈ ഭാഗം ടോട്ടൽ x ആണ്. എക്സിൽ നിന്ന് -2 കിട്ടിയോ? ഇവിടെ വീതി 2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെയുള്ള ഈ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? x - 2 അല്ലെ? ഇൻറ്റു ഈ വശം എത്രയാ? ഈ വശം x ആണ്. കാരണം ഇതല്ലേ സമചതുരത്തിന്റെ വശം x അല്ലേ? അപ്പൊ ഈ സമചതുരത്തിന്റെ ഈ വശത്ത് നിന്ന് മുറിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ അത് ഫുൾ x ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിൾ കേട്ടോ. ഒന്ന് ഷെയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ.
ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് 92 99 തന്നത്. അപ്പൊ ഇതിന്റെ ഈ വശം x-2 ഈ വശം x ആണ്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് L ഇൻറ്റു B. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല L ഇൻറ്റു B ആണ്. എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? x-2 ഇൻറ്റു x ആണ് അല്ലെ? ഇസ് ഈക്വൽ ടു എത്രയാണെന്ന്? 99. ചോദ്യം മനസ്സിലായില്ലേ? L ഇൻറ്റു B എത്രയാണെന്ന് പറഞ്ഞു? അവര് ഏരിയ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഇത്രയും നമുക്ക് തന്നിരിക്കുന്നത് ഈ സമചതുരത്തിന്റെ ഈ സൈഡ് x ആണ്, ഈ സമചതുരത്തിന്റെ സൈഡ് x ആണ്. അതിൽ നിന്ന് ഇവിടെ 2 കുറച്ചു. അപ്പൊ x-2 അല്ലെ? ഈ x-2 കുറയ്ക്കുമ്പോ ഈ സൈഡ് x-2 ആയില്ലേ? അപ്പൊ നീളം ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ x-2 ഇൻറ്റു x ആണ് 99. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടതാണ്. x ഇൻറ്റു x എത്രയാ? x² മൈനസ് ആണ് കേട്ടോ ഇവിടുത്തെ സൈൻ. 2 ഇൻറ്റു x 2x ഈസ് ഈക്വൽ ടു 99 ആണ്. അപ്പൊ ഇവിടെ b കണ്ടുപിടിക്കണം. b കണ്ടുപിടിക്കാനായിട്ട് 2ab എന്ന് പറഞ്ഞാൽ 2x ആണ്. എഴുതി നോക്കണം കേട്ടോ. 2ab എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ അളവ് ഇതെത്രയാണ്? 2x. then a എന്ന് പറഞ്ഞാൽ x ആണ് അല്ലേ? a എന്ന് പറഞ്ഞാൽ x അല്ലേ ഇവിടെ? അപ്പൊ 2b എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ b ഈക്വൽ ടു എത്രയാണ്? ഈ 2 പിന്നെ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഡിവിഷൻ ആയി. അപ്പൊ എത്ര കിട്ടി? 1. അപ്പൊ ഇവിടെയും നമുക്ക് ചേർക്കേണ്ടത് എന്താണ്? 1 ആണ്. 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ ഇവിടെ ചേർക്കുമ്പോ ഇവിടെയും നമ്മൾ 1ന്റെ സ്ക്വയർ ചേർക്കണം. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 99 പ്ലസ് 1 100 ആയി അല്ലെ? ഇനി നമ്മൾ ഈ ഫോർമുലയെ ഒന്ന് ചെറുതാക്കാം. എന്ന് പറഞ്ഞാൽ x² മൈനസ് 2x പ്ലസ് 1 a² മൈനസ് 2ab പ്ലസ് b ആണ്. അപ്പൊ അതിൽ a എന്ന് പറഞ്ഞാൽ x ആണ്, b എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷെ സൈൻ ഏതായിരിക്കണം? ഇതായിരിക്കണം. മൈനസ് ആണ് കേട്ടോ. x-1 all square is equal to ആണ് 100. ഇവിടെ നമുക്ക് റൂട്ട് കാണാം. 100ന്റെ റൂട്ട് അറിയാം അല്ലെ? 100ന്റെ റൂട്ട് എത്രയാണ്? 10 ആണ്. സോ x-1 is equal to എത്രയാണ്? x-1 പറഞ്ഞാൽ 10. then x is equal to x-1 ഈ -1 അങ്ങോട്ട് പോകണം. അപ്പൊ എത്ര കിട്ടി? 10 മൈനസ് അങ്ങോട്ട് പോകുമ്പോ എന്തായി? +1 that is 11. 10 പ്ലസ് 1 11 ആണ്. അപ്പൊ നമുക്ക് സമചതുരത്തിന്റെ ഈ വശം കിട്ടി എത്രയാണെന്ന്? 11. സമചതുരത്തിന്റെ വശമല്ലേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇതിന് ചോദിച്ചിരിക്കുന്നത് ഈ സമചതുരത്തിന്റെ വശം എത്രയാണെന്ന്. സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം x മീറ്റർ എന്നെടുത്താൽ മിച്ചമുള്ള സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം രണ്ടും കാണണം കേട്ടോ. മിച്ചമുള്ള ഈ സമചതുരത്തിന്റെ വശം ഇതാണെങ്കിൽ ഇതിന്റെ ഈ വശം കൂടി എത്രയാണ്? ഈ വശം നമുക്ക് x എഴുതിയാൽ ഈ വശം എത്രയത്? 11. അപ്പൊ ഈ സൈഡ് എത്രയാ? 9 അല്ലെ? 11 മൈനസ് 2. അപ്പൊ ഇത് എത്രയും നമുക്ക് എഴുതണം? 9 നമുക്ക് എഴുതണം. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ആ കണക്ക് അവസാനിച്ചു. അടുത്തത് ഒരു കണക്കും കൂടെ എഴുതുന്നത്. പേജ് നമ്പർ 85. പേജ് നമ്പർ 85 നോക്കാം. എ റെക്ടാംഗിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് എ പെരിമീറ്റർ 100 meters. 100 meter പെരിമീറ്റർ ഉള്ള ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കണമെന്ന്. A rectangle is to be made with a perimeter 100 meters and the area is 525 square meters. ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കണം, അതിന്റെ പെരിമീറ്റർ ആണ് 100. ഒരു റെക്ടാംഗിൾ അതിന്റെ പെരിമീറ്റർ P is equal to 100. P 100 ആണ്. And the area is 525. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 525. ഏരിയ കാണാനായിട്ട് L into B ആണ്. അത് 525 ആണ്. And what should be the length of its size? അതിന്റെ സൈസ് എത്രയായിരിക്കും എന്ന്. എത്രയായിരിക്കും? അതിന് 2 സൈഡ്സ് ഉണ്ട്. 2 സൈഡ്സും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി മലയാളത്തിൽ ചോദ്യം നോക്കാം. ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 മീറ്ററുമായ ഒരു ചതുരം ഉണ്ടാക്കണം എങ്കിൽ അതിന്റെ വശത്തിന്റെ നീളം എത്രയായിരിക്കും എന്ന്. അപ്പൊ ഏരിയ L into B ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ L ഉം B യും കണ്ടുപിടിക്കണം. കാരണം പെരിമീറ്റർ കാണാനുള്ള ഫോർമുല നോക്കാം. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? 2 into L plus B. അതാണ് 100.
അല്ലേ? 2 into L plus B പെരിമീറ്റർ അല്ലേ? P എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ 2 into L plus B അതാണ് 100. സോ L plus B എത്രയായിരിക്കും? 100/2 that is 50. ഈ രണ്ടങ്ങോട്ട് പോയി ഡിവിഷൻ അല്ലേ? 100/2 എത്ര കിട്ടി? 50 കിട്ടി. അപ്പൊ ഒരു വർഷത്തിന് നമ്മള് x കൊടുത്താൽ അടുത്ത വർഷം എത്രയായിരിക്കും? ടോട്ടൽ രണ്ടും കൂടി കൂട്ടിയാൽ 50 ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ 50. അപ്പൊ 50ൽ നിന്ന് ഈ x കുറയ്ക്കണം അല്ലേ? ഒരു വർഷത്തിന് x കൊടുത്താൽ അടുത്ത വർഷം എത്രയാണ്? 50 മൈനസ് x. x മൈനസ് 50 അല്ല കേട്ടോ, ആകെ x അല്ല, എല്ലും ബിയും കൂടി കൂട്ടിയാലാണ് 50. അപ്പൊ നമ്മൾ എല്ലിന് നമ്മൾ x കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ കിട്ടിയെന്ന് ബി എത്രയാണ്? ഈ 50 ഇറക്കിയിട്ടു, ഇത് മൈനസ് ഇങ്ങോട്ട് പോയി. അപ്പൊ നോക്കി 50 മൈനസ് x കിട്ടിയില്ലേ? ഇനി നമുക്ക് അപ്പൊ ഇതെല്ലാവർക്കും കിട്ടി. പി തന്നതിൽ നിന്ന് പെരിമീറ്റർ തന്നതിൽ നിന്ന് നമുക്ക് കിട്ടി എല്ലും ബിയും നമുക്ക് കിട്ടി. എങ്ങനെയാണ്? ഇനി അടുത്ത സ്റ്റെപ്പ് തന്നിട്ടുണ്ട്, ഏരിയ ആണ് തന്നേക്കുന്നത്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി ആണ്. അതിൽ എൽ എന്താ? എക്സ് ഇൻറ്റു 15 മൈനസ് എക്സ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 525. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. എക്സ് ഇൻറ്റു 50 എക്സ് മൈനസ് x into x സ്ക്വയർ is equal to 525. അപ്പൊ ഇവിടെ നമുക്ക് b കണ്ടുപിടിക്കണം. പക്ഷെ അതിനു മുമ്പ് ഈ ഇക്വേഷൻ ഒന്ന് ശരിയാക്കാം കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ സെക്കൻഡ് ഡിഗ്രീസ് ആണ് ആദ്യം ചെയ്യുക. അപ്പൊ x സ്ക്വയർ നെഗറ്റീവ് x സ്ക്വയർ ആദ്യം എഴുതി പ്ലസ് 50x is equal to 525. ഇനി വീണ്ടും അതിനൊന്ന് മാറ്റണം. ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ ആദ്യം ആക്കാൻ എക്സ് സ്ക്വയർ ഇട്ടു, പക്ഷെ എക്സ് സ്ക്വയറിന്റെ സൈൻ നെഗറ്റീവ് ആണ്. ആദ്യത്തെ നമ്മൾ എ സ്ക്വയറിന് അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ഗുണോത്തരം നമ്മൾ കോഎഫിഷ്യന്റ് ഒരിക്കലും നെഗറ്റീവ് ആക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ഈ പ്ലസ് എന്നുള്ളത് ഇവിടെ എന്തായി? മൈനസ് 50x is equal to നെഗറ്റീവ് 525 അല്ലേ? ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ എന്താണ്? 2ab ആണ് 50x അല്ലെ? 2ab എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 50x ആണ്. അതിൽ a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? x ആണ്. അപ്പൊ 2b 2b എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ b is equal to എത്ര കിട്ടി? 50/2 that is 25. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 25ന്റെ സ്ക്വയർ കിട്ടിയില്ലേ? ഇവിടെ 25ന്റെ സ്ക്വയർ കൂട്ടിയാൽ ഈ വശത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇവിടെയും കൂട്ടണം 25ന്റെ സ്ക്വയർ. എത്രയാണ് 25ന്റെ സ്ക്വയർ? 625 അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധാക്കിയതിനെ ഇതേതാ ഫോർമുല? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പൊ a മൈനസ് b ആണ്. a എന്ന് പറഞ്ഞാൽ x2 മൈനസ് b എന്ന് പറഞ്ഞാൽ 25 അല്ലേ? 25ന്റെ സ്ക്വയർ 25 ആണ്. is equal to ഇവിടെ നെഗറ്റീവ് 525ഉം പോസിറ്റീവ് 625 കൂടി കൂട്ടിയാൽ എത്രയാ? വ്യത്യാസം കാണണം. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ സോ 100 ആണ്. ഇനി 100ന്റെ റൂട്ട് അപ്പൊ എത്രയാ? 10 ആണ്. ഇവിടെ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ കളഞ്ഞു എഴുതുമ്പോ അടുത്ത സ്റ്റെപ്പ് എക്സ് മൈനസ് 25 ഇതിന്റെ സ്ക്വയർ കളഞ്ഞു. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെയും സ്ക്വയർ കളഞ്ഞു 10 ആയി. then x is equal to ഈ 25 അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെയുള്ള 10 ഇവിടെ ഇട്ടു. ഈ 25 പോസിറ്റീവ് ആവും is equal to 25. അപ്പൊ x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. അപ്പൊ നിങ്ങൾ ചോദ്യത്തിൽ നോക്കിയിട്ട് ഉത്തരം എഴുതണം. ലാസ്റ്റ് ലൈൻ ചോദ്യത്തിൽ എന്താ ചോദിച്ചേ? ഈ വശത്തിന്റെ ഈ റെക്ടാംഗിളിന്റെ വശങ്ങള് സൈഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ ലെങ്ത് നീളം, ചതുരത്തിന്റെ നീളം is equal to 35 ആണെങ്കിൽ ചതുരത്തിന്റെ വീതി is equal to എന്ത് ചെയ്യണം? 50 മൈനസ് 35. 50 35 കുറച്ച് എത്ര കിട്ടി? 15. അപ്പൊ ഈ വശം നമുക്ക് കിട്ടി 15, ഈ വശം കിട്ടി 35. കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ ഈ കണക്ക് ഇവിടെ അവസാനിച്ചു. അടുത്തത് നമുക്ക് ഈ സെറ്റിലത്തെ കണക്കുകളാണ്. ഇനി നമുക്ക് ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പേജ് നമ്പർ 86 അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ.